മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർപോയിന്റ്. പവർപോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയ വളരെ എഫക്റ്റീവായിട്ടും അട്രാക്റ്റീവായിട്ടും മറ്റുള്ളവരെ നമ്മുടെ ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. പവർപോയിന്റ് കൂടുതലായിട്ടും ടെക്സ്റ്റും ഇമേജ്, ഓഡിയോ, വിഷ്വൽ, വീഡിയോകൾ എന്നിവയെല്ലാം കൂടെ കൂട്ടി ഒരു നല്ലൊരു പ്രസന്റേഷൻ സാധാരണ ഉണ്ടാക്കുന്നത്. അത് കൂടുതലായിട്ടും വിദ്യാർത്ഥികളും ബിസിനസ്മാൻ അല്ലെങ്കിൽ മാനേജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ, ഓർഗനൈസേഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ തുറക്കാം, ഓപ്പൺ ചെയ്യാൻ നോക്കാം. അത് വിൻഡോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിന്റ് പ്രസന്റേഷൻ അതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഓപ്പൺ ചെയ്യുന്നത്. വൺസ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മെയിനായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളൊരു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. ഇതിനാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കാണുന്നത് റിബൺ ആണ്. ഇത് റിബൺ പോർഷൻ ആണ്. ഇതിലാണ് നമ്മുടെ ആവശ്യമായുള്ള കമാൻഡുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ടാസ്ക് പെയിൻ എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് ടാസ്ക് പെയിൻ എന്ന് പറയും. ഇത് സ്ലൈഡ് പെയിൻ എന്ന് പറയും. ഈ ഒരു ഭാഗത്ത് സ്ലൈഡ് പെയിൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നോട്ട്സ്, ഇത് ക്ലിക്ക് ചെയ്താൽ നോട്ട് എന്ന് പറയും. നമ്മുടെ സ്ലൈഡിനെ കുറിച്ച്, അതായത് നമ്മുടെ ഓഡിയൻസ് കാണാതെ അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടുകൾ എഴുതുന്നതാണ്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. രണ്ടാമത് കാണുന്ന ഐക്കണാണ് നോർമൽ വ്യൂ. മൂന്നാമത് സ്ലൈഡ് സോർട്ടർ. നമ്മുടെ സ്ലൈഡുകളെല്ലാം ഒരു പവർ പോയിന്റ് സ്ലൈഡ് എങ്ങനെ ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പവർ പോയിന്റിൽ ഒരു സ്ലൈഡ് എങ്ങനെ ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഹോം ബട്ടണിൽ ചെല്ലുക. അതിൽ ന്യൂ സ്ലൈഡ് എന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമായ സ്ലൈഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്. ഇതിപ്പോൾ കാണുന്നൊരു ടൈറ്റിൽ സ്ലൈഡാണ്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ഒരു ഹെഡിങ്ങും അതിൻ്റെ കണ്ടന്റും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പാരിസൺ ടൈറ്റിലുണ്ട്, സ്ലൈഡുകളുണ്ട്. ടൈറ്റിൽ ഉള്ളിയുള്ളതുണ്ട്. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചറും നമുക്കൊരു പിക്ചർ കൂട്ടി അതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്ഷനോട് കൂടി ആഡ് ചെയ്യാവുന്ന തീംസുകളുണ്ട്, സ്ലൈഡ് തീംസുകളുണ്ട്. ഇതിലേതെങ്കിലും ബ്ലാങ്ക് നമ്മൾ സെലക്ട് ചെയ്യാം. പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്തു. ഒരു പുതിയ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഓപ്പൺ ചെയ്യുക, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ഒരു പുതിയ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഒരു സ്ലൈഡ് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സ്ലൈഡ് പെയിനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക മുഴുവനായിട്ടും. അപ്പോൾ നമുക്കൊരു മെനു കിട്ടും. ആ മെനുവിൽ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ്, ആ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാം. നമുക്കൊരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാം. അതിൻ്റെ സൈസ് മാറ്റാൻ നമുക്ക് മാറ്റി കൊടുക്കാം. 44. അതിൻ്റെ കളർ നമുക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റിയെടുക്കാം. അതിൻ്റെ കളർ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. Please like and subscribe to my channel and press the bell icon to get new video updates.